എന്റെ പൊന്നു മക്കളെ, ഈ ഒടുക്കത്തെ മഴക്കാലത്തും ഇങ്ങനെ പൊട്ടിച്ചിരിക്കാനൊക്കെയുള്ള വലിയ വലിയ അവസരങ്ങൾ ഞമ്മന്റെ സമാധാനം വധക്കാർ തരിക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഒരു സന്തോഷ വേറെ ഇല്ല എന്നുള്ളതാണ്. കാരണം വറുതിയുടെ കാലമാണ് ഇനി വരാനിരിക്കുന്നത്. മഴക്കാലം വന്നിരിക്കുന്നു. വെള്ളമായ വെള്ളമൊന്നും എവിടേക്കും ഒഴുകിപ്പോവാനില്ലാത്ത ഒരു അവസ്ഥ. കോൺക്രീറ്റ് വനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ പോലും. വെള്ളത്തിന് ഒഴുകിപ്പോവാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ചെറിയൊരു മഴ പെയ്താൽ തന്നെ അവിടെ പ്രളയത്തിന് സമാനമായിട്ടുള്ള വെള്ളക്കെട്ടുകളും മറ്റുമൊക്കെ രൂപപ്പെടുന്നു. ഈ ഒരു അവസ്ഥയിലും ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവം തന്നെയാണ്. മറ്റൊന്നല്ല, ഞാൻ ഇവിടെ ഒരു സാധനം നിങ്ങൾക്ക് കാണിച്ചിര മക്കളെ. ഒരു ഒന്നൊന്നര സാധനമാണ്. ഇത് കണ്ടിട്ട് നമുക്ക് ഓടി വരാം. കുട്ടി ഒറ്റക്കായിരുന്നു, വിളിച്ചു ചോദിച്ചൂടെ? ഒന്നന്വേഷിച്ചൂടെ? ആരുടെ കുട്ടിയുടെ തന്തേനെയാണ്? കുട്ടിയുടെ തന്തേനാണ്. അന്വേഷിച്ചോ? അല്ല, കുട്ടിയുടെ തന്തനോടൊന്ന് അന്വേഷിച്ചോ? തന്തനോട് ചോദിച്ചാൽ ടീം വന്നത് വേറെ ആൾക്കാരാണ്. ഞാൻ എല്ലാം മേടല്ലാന്ന് പറഞ്ഞാൽ മതി. മേടല്ലെങ്കിലും ഇതന്നെയാണ് നമ്മൾ എല്ലായിടത്തും ചെയ്യൂല. പുറത്തിറങ്ങി ഞങ്ങൾ സ്ത്രീകളോട് ചോളം തന്നെയാണ്. പുറത്തുനിന്നല്ല, പുറത്തുനിന്ന് വെട്ടിയൊന്നുമില്ല. കേട്ടില്ലേ? വെട്ടൊടട്ട് നീ കുട്ടികളെ ഇഞ്ചക്ഷൻ അടിക്കാല്ല. കുട്ടികളെ പേരയിൽ വന്നിട്ട് മറ്റേ ഇഞ്ചക്ഷൻ അടിക്കാൻ ചോദിക്കാതെ ഒന്ന് അന്വേഷിക്കേണ്ടതല്ലേ? അല്ല, നിങ്ങളെ കുട്ടികൾ വന്നിട്ടാണ് ഇഞ്ചക്ഷൻ അടിക്കുക. പുറത്ത് വന്നിട്ട് അന്വേഷിച്ചോ? ഓളോട് പ്രത്യേകം പറഞ്ഞിരുന്നു. പിന്നെ അതിന്റെ പുറത്ത് നിങ്ങൾ ഒരു വീട്ടിൽ കയറുമ്പോ അതിന്റേതായ ഒരു മര്യാദ ഉണ്ടോ? ഇഞ്ചക്ഷൻ അടിക്കൊന്നുമില്ലല്ലോ. കാക്കായി പോവാണ്. കാക്കായി എല്ലാ പരിപാടിയും കഴിഞ്ഞ് പ്രതിഷേധം കഴിഞ്ഞ് പോകുന്നു. വീണ്ടും തിരിഞ്ഞു നിൽക്കുന്നു. കാക്കായി പ്രതിഷേധിക്കുന്നു. കാക്കായി വീണ്ടും ഡോക്ടറുടെ അടുത്തോട്ട് വരുന്നു. ഡോക്ടറോട് വീണ്ടും കൈ ചൂണ്ടി സംസാരിക്കുന്നു. ഗംഭീരം കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മക്കളെ. ഇത് കാണുമ്പോ ആരും ചിരിച്ചില്ലെങ്കിലും ചിരിക്കാത്തവരും ചിരിച്ചു പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഇതിന്റെ രസകരമായുള്ള കാര്യങ്ങൾ എന്തെന്നറിയാമോ? ഈ കാക്കായി ചങ്ങാതി വെറും ഒരു മദ്രസ പൊട്ടൻ. ഈ മദ്രസ പൊട്ടൻ അത് മറ്റൊരു മുസ്ലിം ഡോക്ടറാണ്. ഇത് സർക്കാർ ആശുപത്രിയാണ്. സർക്കാർ ആശുപത്രി ഈ പറയുന്ന അലനല്ലൂർ എന്ന് പറയുന്ന മണ്ണാർക്കാടിനടുത്തുള്ള അലനല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തെ സർക്കാർ ആശുപത്രിയിൽ നടന്ന ഈ ഒരു ഡോക്ടറോടുള്ള തർക്കിക്കലാണ് നമ്മൾ കണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? ഞമ്മന്റെ ഈ മദ്രസ പൊട്ടന്റെ കുരുന്നിന് പ്രതിരോധ കുത്തിവെപ്പ് ഡോക്ടർമാർ എടുത്തു എന്ന് അറിഞ്ഞതോടുകൂടി ഞമ്മന്റെ മദ്രസ കിതാബിൽ ഞമ്മനെ പഠിപ്പിച്ചിട്ടുള്ള, അതല്ലെങ്കിൽ നമ്മുടെ പള്ളികളിലൂടെയൊക്കെ വാക്സിൻ എടുക്കാൻ പാടില്ല, അള്ളാഹു തന്ന ആ രീതിയിലൊക്കെ ഇവരൊക്കെ പല രീതിയിൽ എന്തൊക്കെ രീതിയിലാണോ ഈ പൊട്ടന്മാരെയൊക്കെ തലയിലേക്ക് അങ്ങോട്ട് ഇഞ്ചക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, ആ ഇഞ്ചക്ഷൻ അങ്ങോട്ട് പുറത്ത് ചാടിയതാണ്. നോക്കൂ, ഇത് വെറും ഒരു ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെ, അതും നോക്കൂ, ആലോചിക്കും, ഒരു മുസ്ലിം ഡോക്ടറാണ് ആ സ്ത്രീ. അവരുടെ വേഷഭൂഷാദികളൊക്കെ കൃത്യമായിട്ട് നമ്മൾ കണ്ടാലറിയാം. പക്ഷെ ആ ഡോക്ടർ ഒരണുകിട പോലും വിട്ടുകൊടുത്തിട്ടില്ല. കാരണം അവർ പഠിച്ചത് മദ്രസ കിതാബ് മാത്രമല്ല, ആധുനിക ശാസ്ത്രമടക്കമുള്ള ഡോക്ടർ ആ ഒരു MBBS അടക്കമുള്ള അത്തരത്തിലുള്ള ആതുര സേവന രംഗം ഏതാണ്, ശാസ്ത്രം എന്താണ് കാര്യം, മദ്രസ കിതാബിൽ എന്താണ് എന്നൊക്കെ വ്യക്തമായും പഠിച്ച ഒരു ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ ആ മുസ്ലിം സ്ത്രീ ആയിട്ടുള്ള ആ ഡോക്ടർ തന്നെ ഈ മദ്രസ പൊട്ടന് പച്ചയ്ക്ക് മറുപടി കൊടുക്കുന്നുണ്ട്.
ഇത് കണ്ടാൽ ചിരിക്കാത്ത ആരാണുള്ളത്? ഇനി ഇത് വെറും ഒരു ആശുപത്രിയിൽ മാത്രം നടക്കുന്ന കാര്യമാണോ? അല്ലെന്നേ. നമ്മൾക്കറിയാം ഇവിടെ കൊറോണയായാലും മറ്റു മാരക രോഗങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവിടെ എല്ലാ ആളുകളും വാക്സിൻ എടുക്കണമെന്ന് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിജി അടക്കമുള്ളവർ ആഹ്വാനം ചെയ്യുന്ന സമയത്തും ഞമ്മന്റെ ആളുകൾക്ക് അതിന് വലിയ വൈമുഖ്യമായിരുന്നു. കാരണം എന്തെന്നറിയാമോ? ഞമ്മൻ അത് എടുക്കേണ്ട ആവശ്യമില്ല, ഞമ്മനെല്ലാം പൂർണ്ണമായിട്ട് ഞമ്മന്റെ പടച്ചോൻ തന്നിട്ടുണ്ട്. എന്നാൽ ഞമ്മൻ പൂർണ്ണമായിട്ട് തരുന്ന അതിനെപ്പോലും വികലമാക്കാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് അവരുടെ ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ലോകത്താകമാനം നടക്കുന്ന ആ ഐഡന്റിറ്റിയുടെ പേരാണ് സുന്നത്ത് ചെയ്യുക എന്നുള്ളത്. ഇവരുടെ ദൈവം പൂർണ്ണമായിട്ട് തരുന്ന ഒരു ശരീരം, ആ ശരീരത്തിന്റെ ലൈംഗിക അവയവം കട്ട് ചെയ്യുക, അതിന് സുന്നത്ത് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ദൈവം തരുന്ന പൂർണ്ണ ശരീരം അത് അല്ലാത്തത് കൊണ്ടാണോ ഇനി ഇങ്ങനെ കട്ട് ചെയ്ത് അവർ പൂർണ്ണമാക്കുന്നത് എന്ന് സംശയം തന്നെയാണ്. എന്തായാലും ഞമ്മന്റെ മദ്രസ കിതാബ് പഠിക്കുന്ന ആളുകളുടെ ഒരു യഥാർത്ഥ മനസ്ഥിതിയാണ് ഈ പുറത്തു വരുന്നത്. അത് ആതുര സേവന രംഗത്ത് ആശുപത്രിയിലായാലും വേണ്ടില്ല, രാജ്യത്തിനെതിരായാലും വേണ്ടില്ല. എന്താ രാജ്യത്തിനെതിരായാലും വേണ്ടില്ല എന്ന് പറയാൻ കാരണം? നോക്കൂ, ഇസ്ലാമിക രാജ്യങ്ങൾ കാട്ടിക്കൂട്ടുന്ന കൊടും ഭീകരത, കൊടും ക്രൂരതയെ അനുകൂലിച്ചുകൊണ്ട് ഹമാസ് കൊടും ഭീകരന്മാർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സിന്ദാബാദും അവർക്ക് വേണ്ടി അവനവന്റെ ജീവന ഉപാധിയായിട്ടുള്ള ഓട്ടോറിക്ഷയുടെ പുറകിലെ അവരുടെ ഫോട്ടോ ഈ ഭീകരന്മാരുടെ കുരുന്നു മക്കളെയും സ്ത്രീകളെയും വരെ അതിദാരുണമായി കൊലപ്പെടുത്തിയ ഇസ്ലാമിക കൊടും ഭീകരന്മാരുടെ ആരാധിക്കുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ എന്റെ ഭാരതത്തിലുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഈ അൽ കേരളം എന്ന് പറയുന്ന ഇത് കേരളമാണ് എന്ന് നാഴികയ്ക്ക് 40 മട്ടം പുട്ടിന് പീരിടുന്ന പോലെ പറയുന്ന ഈ നാട്ടിലാണ് എന്ന് ഇരിക്കെ ഒരു മദ്രസ പൊട്ടൻ അവന്റെ കുരുന്നാണ്, അവന്റെ രക്തത്തിൽ പിറന്ന കുരുന്നാണ്. ആ കുരുന്നിന് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവാൻ വേണ്ടി പ്രതിരോധ കുത്തിവെപ്പ് എടുത്താം അവന്റെ തന്നെ മതത്തിലുള്ള ഒരു മുസ്ലിം ഡോക്ടർ, ഒരു വനിതാ ഡോക്ടർ അതിനെതിരെ പ്രതിഷേധിക്കുക, അവരോട് തട്ടിക്കേറി വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഇതിൽ പരമൊരു ആഭാസത്തരം തെളിവ് വേണ്ടത്? ഇനി നമ്മളൊക്കെ പറയാറുണ്ട് മദ്രസകളിൽ എന്താണ് ഇവർ പഠിപ്പിക്കുന്നത് എന്നുള്ളത്. അപ്പോഴേക്കും മതേതര കുപ്പായം അണിഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അടക്കമുള്ള പിന്നെ നമ്മളെ സുഡാപ്പികൾ പോട്ടെ, അവർ പിന്നെ ഓൾറെഡി എന്തായാലും ഇത് പ്രതിഷേധിക്കും അതിനെതിരെ. അപ്പോൾ മദ്രസയിൽ എന്ത് പഠിപ്പിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും മതേതര കുപ്പായം ഇട്ട് വരുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും വരെ അറിയേണ്ടതുണ്ട്. അവനൊക്കെ നമ്മളെ പഠിപ്പിക്കുക എന്തെന്നറിയാം. അപ്പം മദ്രസയിൽ അതാ പഠിപ്പിക്കും, എന്തിനാണ് അവരെ കുറ്റം പറയുന്നത് എന്നൊക്കെ ചോദിക്കാൻ നമ്മന്റെ മതേതര കുരുക്കളായിട്ടുള്ള ഹിന്ദു ക്രിസ്ത്യാനി നാമധാരികൾ വരാറ്. പക്ഷെ അവരോടടക്കം പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത്. മാത്രമല്ല അന്യമത വിദ്വേഷം കൃത്യമായിട്ടും പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും അടക്കമുള്ള ഈ ബഹുദൈവ വിശ്വാസികളായിക്കോട്ടെ, ഇനി ഏകദൈവ വിശ്വാസികൾ തന്നെയാണ് ക്രിസ്ത്യാനികൾ എന്ന് നമ്മൾക്കറിയാം. യേശുദേവൻ തന്നെയാണ്. അവരിൽ എത്ര വിഭാഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഏകദൈവമാണ്, യേശു എന്ന് പറയുന്ന ദൈവമാണ്. ഹിന്ദുക്കളിൽ അങ്ങനെയല്ല, 33 കോടി ദേവദേവീ ഗണങ്ങളാണ്. മാത്രമാണോ പ്രകൃതിയെ പോലും ദൈവമായി കാണുന്നു, വൃക്ഷങ്ങളെ ദൈവമായി കാണുന്നു, മൃഗങ്ങളെ ദൈവമായി കാണുന്നു. അത്തരത്തിൽ വലിയൊരു സംസ്കാരം വഹിക്കുന്ന ഹൈന്ദവരെയും ഈ ക്രിസ്ത്യാനികളെയും കാഫിർ എന്ന് വിളിക്കുകയും ഈ കാഫിറിനോട് നീ ഏതറ്റം വരെയും യുദ്ധം ചെയ്യണം, ഈ കാഫിറിന്റെ സ്വത്തുവകകളും ഈ കാഫിറിന്റെ കുട്ടികളടക്കമുള്ള പെണ്ണുങ്ങളടക്കമുള്ള ആളുകളൊക്കെ നിനക്ക് വേണ്ടി മാത്രം ഞമ്മന്റെ 72 ഹൂറികളെയും മദ്യപ്പുഴയും ഒരുക്കി വെച്ചിരിക്കുന്ന ആ ചങ്ങാതി ഉണ്ടല്ലോ, അവനങ്ങട്ട് എഴുതി തന്നിരിക്കുക എന്ന് പഠിപ്പിക്കുന്ന ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരെ നമ്മൾ ജീവൻ പോകുന്നത് വരെ തന്നെ എതിർക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ലോകത്താകമാനം ഏറ്റവും കൂടുതൽ വർഗീയപരമായ തീവ്രവാദികൾ, എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, പക്ഷേ തീവ്രവാദികളെല്ലാം ഭീകരന്മാരെല്ലാം മുസ്ലിങ്ങളാണ്. ആ ഒരു ആപ്തവാക്യം നമ്മൾ ഉറക്കെ പറയുന്നത്. എന്തായാലും അലനല്ലൂർ എന്ന് പറയുന്ന സ്ഥലം മണ്ണാർക്കാടിനും പെരിന്തൽമണ്ണയ്ക്കും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. എനിക്ക് നേരിട്ട് അറിയുന്ന സ്ഥലമാണ്. അവിടുത്തെ സർക്കാർ ആശുപത്രിയിൽ നടന്നൊരു സംഭവമാണ് നിങ്ങൾ കണ്ടത്. ഇതാണ് മദ്രസ കിതാബ് മാത്രം പഠിച്ചാലുള്ള കൊണം എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.